എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ഹനീനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലേസീവറിന് വേണ്ടിയിട്ട് അവളുടെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള ആ ചോക്ലേറ്റ് ഇല്ലേ അതുണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ കറണ്ട് പോവും. ഇവിടെ നമ്മളുടെ ഹനയാണെങ്കിൽ മൊത്തത്തിൽ പെട്ടിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ അവൾക്ക് ഈ ചോക്ലേറ്റ്സ് എല്ലാം ഡെലിവറി ചെയ്യണം. അവസാനം ഒരു മാർഗ്ഗം ഇല്ലാണ്ട് നമ്മളുടെ ഹനയാണെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം എടുത്തിട്ട് നേരെ ലേസീവറിലോട്ട് വരും. അതും രാത്രി സമയത്താണ് വരുന്നത്. അവൾ അങ്ങനെ വന്നിട്ട് അവിടെ ഒറ്റയ്ക്ക് നിന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തിട്ട് ആ ചോക്ലേറ്റിനെ എല്ലാം അവൾ എവിടെയാണോ എല്ലാ തവണയും കൊണ്ടുവയ്ക്കുന്നത് അവിടെയായിട്ട് തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ പെട്ടെന്നാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവിടെയായിട്ട് അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഫ്യൂജി തന്നെയാണ്. ഇവനെ കാണുന്നത് നമ്മളുടെ ഹനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി അങ്ങ് ഒളിക്കും. അവളുടെ ബാഗ് ആയിരുന്നാലും അവിടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളുടെ ഫ്യൂജിയാണെങ്കിൽ അത് കണ്ടുപിടിക്കും. അവൻ വന്നിട്ട് ചോദിക്കും, ഇത്ര രാവിലെ നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ഹനയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഫ്യൂജി തിരിയാൻ പോകുന്നത് ആ ബാഗ് ഇരിക്കുന്ന സ്ഥലത്തോട്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഹന വേഗം തന്നെ ഫ്യൂജിനെ പിടിച്ച് ക്ലോസ് ആയിട്ട് പിടിച്ചങ്ങ് നിർത്തും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഇവളുടെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അവന് ഓർമ്മ വരുന്നത് അവൾ ഹിരോഷിയും കൂടി അടുത്തടുത്ത് നിൽക്കുന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഫ്യൂജി പറയും, ഇനി നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഈ ഒരു പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിനി അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ അങ്ങ് പിടിച്ച് മാറ്റാനായിട്ട് ഒരുങ്ങും. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഫ്യൂജിക്ക് നല്ലതുപോലെ ഹേർട്ടായിട്ടുണ്ടായിരുന്നു. അവൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ അവൻ്റെ അച്ഛനടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതാണ്. ഇവിടെയായിട്ട് പുതിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അച്ഛനടുത്ത് പറയും, ആ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ ലേസീവറിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും അത് നമുക്ക് ബെനിഫിറ്റ് തന്നെ ആയിരിക്കും, അച്ഛൻ്റെ ബിസിനസ്സിനും നല്ലൊരു ബെനിഫിഷ്യൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലേസീവർ പൂട്ടുന്നതിനെ പറ്റി അങ്ങ് മറന്നുകൂടെ എന്ന്. ഇത് കേൾക്കുന്ന അവൻ്റെ അച്ഛൻ പറയും, ഓക്കെ, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞാനത് കൺസിഡർ ചെയ്യാം എന്ന്. അങ്ങനെ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഇക്കാര്യം നമ്മളുടെ ഹെഡ് ഷെഫിൻ്റെ അടുത്ത് പറയും. ഹെഡ് ഷെഫ് അവിടെ ആഗ്രഹിക്കും അവർക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന്. എന്നാൽ നമ്മളുടെ ഫ്യൂജി അവിടെ പറയും, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നത് അനോണിമസ് ആയിട്ടുള്ള ആ ഷെഫില്ലേ അവളുടെ ഡിഷസ് നമ്മളുടെ ലേസീവറിനെ റെപ്രസെൻറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ആക്കണം എന്നാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹെഡ് ഷെഫിന് നല്ലതുപോലെ വിഷമമായിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ വന്ന് ബാക്കിയുള്ള കൊളീഗ്സിൻ്റെ അടുത്തെല്ലാം പറയും. എല്ലാവരും പറയും, എന്നാലും അതത്ര ശരിയല്ലല്ലോ, നമ്മുടെ ഹെഡ് ഷെഫ് ഇവിടെ ഇരിക്കുമ്പോൾ അനോണിമസ് ആയിട്ടുള്ള ആ ഷെഫിനെയാണോ വിളിച്ചു വരുത്തുന്നത്? അവരാണോ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വർക്ക് ചെയ്തത്? അങ്ങനെ ഒരാൾക്കാണോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടത്? നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാന്നൊക്കെ പറയും. ഇതെല്ലാം നമ്മളുടെ ഹനയും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവൾക്കിതൊക്കെ കേട്ടിട്ട് നല്ല സങ്കടം തോന്നും. അവളങ്ങനെ ഹെഡ് ഷെഫിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾക്കറിയാവോ ആ അനോണിമസ് ഷെഫിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ വേണമെങ്കിൽ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ആ റെസിപ്പി പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് പറയാം. ഇത് കേൾക്കുന്നേ ഹെഡ് ഷെഫിന് നല്ല സന്തോഷമാവും. ഇവിടെയായിട്ട് നമ്മളുടെ ഹന ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇവളുടെ ഒരു വീഡിയോ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കും. അതും ഫേസിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ട് മുഖമൊന്നും കാണിക്കാണ്ട്. എന്നിട്ട് അവൾ അവിടെ എല്ലാവരുടെ അടുത്തും ഇവളിപ്പോൾ ലൈവായിട്ട് അനോണിമസ് ഷെഫുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ കാണിക്കും. എന്നിട്ട് ഹെഡ്സെറ്റും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവളിവിടെ ആർക്കും അവളുടെ വോയിസ് ഒന്നും കേൾപ്പിച്ചു കൊടുക്കത്തില്ല. എല്ലാവരും വിചാരിക്കും അനോണിമസ് ആയിട്ടുള്ള ആ ഷെഫാണെങ്കിൽ ഇപ്പോൾ ലൈനിൽ കണക്റ്റഡാ എന്ന്. അങ്ങനെ നമ്മളുടെ ഹനയാണെങ്കിൽ എല്ലാവർക്കും അവളുടെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള റെസിപ്പിയില്ലേ അത് പറഞ്ഞു കൊടുക്കും. ഇത് കാണുന്നതും എല്ലാവർക്കും നല്ല സന്തോഷമാവും. അങ്ങനെ ഇരിക്കാൻ നേരത്തെ നമ്മളുടെ ഹനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫീസിലായിട്ട് കയറുന്നേ, അതായത് നമ്മളുടെ ഫ്യൂജിയുടെ ആ ഒരു ഓഫീസിലായിട്ട് വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഹനയത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തായിട്ട് എഴുതിയിരിക്കുന്നത് ലേസീവറിൻ്റെ ക്ലോഷറിനെ പറ്റിയിട്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ഹനയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവൾ വിചാരിക്കും, ഫ്യൂജിയും എല്ലാ ബിസിനസ്മാനെയും പോലെ ആയി തീർന്നല്ലോ, അവനും ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും കാലം ഇവിടെ നിന്നത് എന്ന് അവൾക്ക് സത്യമെല്ലാം മനസ്സിലാവും. അതേസമയം തന്നെ നമ്മളുടെ ഫ്യൂജിയുടെ ഒരു കസിനുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ സെക്രട്ടറിയുമാണ്. ഇവൻ വന്നിട്ട് നമ്മളുടെ ഫ്യൂജി എടുത്ത് പറയും, ഒരു പ്രശ്നമുണ്ട്. ഞാനാണെങ്കിൽ ഹനയുടെ ഫോൺ ചെക്ക് ചെയ്തായിരുന്നു, അവൾ ഇത്രയും നേരം സംസാരിച്ചില്ലേ, എന്നാൽ അവളുടെ ആ ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ വേറൊരു ഫോണിൻ്റെ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. അതായത് അവൾ ഇത്രയും നേരം ഫോൺ കോളിലൊന്നും ആയിരുന്നില്ല, പകരം അത് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ എന്തോ ആയിരുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവും. അപ്പോൾ അവർ വിചാരിക്കും എന്തിനാ അവൾ അങ്ങനെ ചെയ്തത് എന്ന്. അവിടെയായിട്ട് ഈ സെക്രട്ടറി ആയിട്ടുള്ളവൻ പറയും, മിക്കവാറും അവൾ തന്നെയായിരിക്കും അനോണിമസ് ഷെഫ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കാവും. എല്ലാവരും നമ്മളുടെ ഹനേനെ തിരയുമ്പോൾ അവളാണെങ്കിൽ ഞെട്ടിത്തരിച്ചിട്ട് ആ ഓഫീസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമായിരുന്നു. എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ഹന തന്നെയാണ് അനോണിമസ് ഷെഫ് എന്ന്. അവരെല്ലാവരും നമ്മുടെ ഹനേനെ തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങും. അവൾക്കായിരുന്നാലും ഇത് കാണുന്നേ ഭയങ്കരമായിട്ട് പേടിയാവും. അവൾക്ക് സത്യത്തിൽ സോഷ്യോഫോബിയ ഇല്ലേ, അവളുടെ ആ ഒരു സംഭവം വീണ്ടും പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവൾക്ക് അവിടെ നിൽക്കാനേ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ഒരുങ്ങും.
തുടങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ ഫ്യൂജി അവളുടെ പുറകെ വരും. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, നീ എന്താ ഇക്കാര്യം എൻ്റെ അടുത്ത് പറയാഞ്ഞേ, നീയാണ് ആ അനോണിമസ് ഷെഫ് എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹന അവിടെ ഷൗട്ട് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ എൻ്റെ അടുത്തൊന്നും പറയാഞ്ഞേ, നീ ലേസിയവറിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്, എൻ്റെ ഒരു റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കാലം നീ വെയിറ്റ് ചെയ്തത്, ഇനിയിപ്പോൾ നീ അതല്ലേ ചെയ്യാൻ പോകുന്നത്, നീ ഒരു സാധാരണ ബിസിനസ് മാൻ ആണെന്നും പറഞ്ഞ് അവൾ വിഷമിച്ച് അവിടെ നിന്ന് പോകാനൊരുങ്ങും. എന്നാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ തടയാൻ വേണ്ടിയിട്ട് നോക്കും. ആ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഫ്യൂജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ലേസിയവറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോമ്പറ്റീഷൻ ജയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹനയാണെങ്കിൽ ഇതൊന്നും വലിയ മൈൻഡൊന്നും ആക്കാണ്ട് അവൾ വേഗം തന്നെ അവിടുന്ന് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇറങ്ങി അങ്ങ് പോവും. അതേസമയം തന്നെ നമ്മളുടെ ഫ്യൂജിയുടെ ആ ഒരു സെക്രട്ടറി ഇല്ലേ, അവൻ വന്നിട്ട് പറയും, അവൾ പോകുന്നെങ്കിൽ പോട്ടെ, അവളുടെ ഒരു റെസിപ്പി അല്ലായിരുന്നോ നമുക്ക് വേണ്ടുന്നത്, അതെന്തായിരുന്നാലും കിട്ടിയല്ലോ, ഇനിയിപ്പം നമുക്ക് സമാധാനമായിട്ട് ഇത് ക്ലോസ് ചെയ്യാമെന്ന് പറയും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ആ ഹെഡ് ഷെഫിനെയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പം നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ വിചാരിക്കും എന്നാലും ആ ഹന ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന്. അവൾക്കാണെങ്കിൽ ഇപ്പം ഹനയെടുത്ത് ഭയങ്കര സഹതാപമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരോടും ചേർന്നിട്ട് നമ്മളുടെ ഫ്യൂജി എടുത്ത് വന്നിട്ട് പറയും, അതായത് ഹനയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു റെസിപ്പി ഇല്ല, അത് എത്ര ട്രൈ ചെയ്തിട്ടും അവളെ കൊണ്ടത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു കണ്ടന്റ് മിസ്സിങ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ നമ്മളുടെ ഹന തന്നെയാണ് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജിക്ക് വേണ്ടിയിട്ട് ആ ഹനയാണെങ്കിൽ ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ റെസിഗ്നേഷൻ ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി അതെടുത്ത് വായിച്ചു നോക്കും. അവൾ എല്ലാവരും താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഹന ഇവിടെ പറയുന്നത് തന്നെ, ഞാൻ ഇത്രയും കാലം ഒരു റൂമിലായിട്ടാണ് അടച്ചുപൂട്ടി ജീവിച്ചിരുന്നത്, നിങ്ങളുടെ കൂടെ മിങ്കിളായപ്പോഴാണ് ലൈഫ് എന്താണെന്നും ഹാപ്പിനെസ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്, എന്നാൽ അവൾക്ക് ഇനി ഇവിടെ തുടരാൻ പറ്റത്തില്ല എന്നാണ് അവൾ അതിൽ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുന്നത് എല്ലാവർക്കും നല്ല സങ്കടമാവും. നമ്മുടെ ഫ്യൂജി ആയിരുന്നാലും വേഗം തന്നെ ഹനയുടെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് വന്ന് നോക്കും. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടുന്ന് തന്നെ നമ്മളുടെ ഹന എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയായിട്ടൊരു മാഗസീൻ കിടപ്പുണ്ട്. ആ മാഗസീനിൽ ഒരു പേജ് ഓപ്പൺഡ് ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അവളുടെ മാസ്റ്റർ ഷെഫായിട്ടുള്ള ആളില്ലേ, ആളായിരുന്നാലും മുൻപ് ആ ഒരു കോമ്പറ്റീഷൻ ജയിച്ചപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹനയായിരുന്നാലും ആ ഒരു ഇൻഗ്രീഡിയൻ്റ് തപ്പിയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ഫ്യൂജിക്ക് മനസ്സിലാവും, ഈ പൊട്ടി പെണ്ണാണെങ്കിൽ ഇപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഈ ഇൻഗ്രീഡിയൻറ്റും തപ്പി പോയിരിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹിരോഷിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഐറീൻ്റെ അടുത്ത് കണ്ട് സംസാരിക്കാൻ വരും. അവൻ പറയും, എൻ്റെ അമ്മയും ഇപ്പോൾ എന്നെ വിട്ടിട്ട് പോയിരിക്കുക, എന്നാൽ എൻ്റെ അച്ഛൻ ഭയങ്കര അബ്യൂസീവ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഇപ്പോൾ രക്ഷപ്പെട്ടു പോയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, എന്നാൽ എന്നെപ്പോലെ ആവണമെന്നില്ലല്ലോ എല്ലാവരും, നീയാണെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ വേണ്ട എന്നല്ലേ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്തായിരുന്നാലും നിൻ്റെ ആ ഒരു ഡിസിഷനെ നല്ലതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ വന്നിരിക്കുന്നത് നിൻ്റെ കോട്ട് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഹിരോഷി അവൻ്റെ ഐറിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു എൻഡിങ് തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഹിരോഷിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്യൂജി വരുന്നതാണ്. അവൻ വന്നിട്ട് നമ്മളുടെ ഹനയെ പറ്റി പറയും, അവളാണെങ്കിൽ ഇപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്തായിട്ട് പോയിരിക്കുക, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, അവളെ പോയി തിരക്കിക്കൂടെ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഹിരോഷിക്കൊന്നും മനസ്സിലാവത്തില്ല. അവൻ ചോദിക്കും, ഞാനെന്തിനാ അവളെ തിരക്കുന്നേ. ഇവിടെയായിട്ട് നമ്മുടെ ഫ്യൂജി പറയാൻ തുടങ്ങും, ഞാനെന്ന് കണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും കിസ് ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെന്നല്ലേ. അപ്പോൾ അവിടെ നമ്മളുടെ ഹിരോഷി പറയും, അത് നിനക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ്, അന്ന് ഞാൻ കുടിച്ചിട്ടിരിക്കുമായിരുന്നു, എനിക്ക് ഹനേനെ കണ്ടത് ഓർമ്മ വന്നത് നമ്മളുടെ ഡോക്ടറിനെയാണ്, ഞാൻ അവളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അടുത്ത് ക്ലോസ് ആയിട്ട് നിന്നത്, യഥാർത്ഥത്തിൽ ഞാൻ അവളെ കിസ് ചെയ്തേന്നുമില്ല, യഥാർത്ഥത്തിൽ നടന്നത് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് നമുക്ക് അന്നത്തെ സീൻ കാണിക്കും. നമ്മളുടെ ഹന ഇവൻ്റെ ചുണ്ടിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹന എങ്ങനെ നമ്മളുടെ ഹിരോഷിനെ പിടിച്ച് മാറ്റിയിട്ട് അവൻ്റെ അടുത്തായിട്ട് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, യഥാർത്ഥത്തിൽ എനിക്ക് നിൻ്റെ അടുത്ത് വലിയ ക്രഷ് ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, എന്നും വെച്ചിട്ട് ഇപ്പോഴും അതേപോലെയാണെന്നല്ല, എങ്കിലും ഞാനിപ്പോൾ അതിനെ നല്ലതുപോലെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, നിനക്കാണെങ്കിൽ ഡോക്ടർ ഐറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നീ അവളുടെ അടുത്ത് നിൻ്റെ ഇഷ്ടം തുറന്നു പറയണം. ഇവിടെയായിട്ട് നമ്മളുടെ ഹന പറയും, യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് നീ കെൻഡോ പഠിക്കാൻ വരുന്ന ആ ഒരു ക്ലാസ്സില്ലേ, അവിടെ വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് ആവാൻ വന്നായിരുന്നു, ആ സമയത്ത് നീയാണ് എന്നെ രക്ഷിച്ചത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹിരോഷി എവിടെ പറയും, നിനക്ക് വീണ്ടും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ നിന്നെ രക്ഷിച്ചത് ഞാനല്ല, അന്ന് എൻ്റെ ഗിത്താറും പിടിച്ചിട്ട് വന്നത് നമ്മളുടെ ഫ്യൂജി ആയിരുന്നു, അവൻ അന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു അവൻ ഒരാളെ രക്ഷിച്ചു എന്ന്. നിങ്ങളുടെ രണ്ടുപേരുടെയും കണക്ഷൻ ഇപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്തതല്ല, കുറേ കാലങ്ങൾക്ക് മുന്നേ തൊട്ടേ തുടങ്ങിയതാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജി നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ പ്രാന്ത് പിടിക്കുന്നത് പോലെ ആവും. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് നമ്മളുടെ ഹനേനെ തിരക്കി ആ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഇവിടെ നമ്മളുടെ ഹനയാണെങ്കിൽ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇപ്പോൾ ഏത് സ്ഥലത്താണോ വന്നത് അവിടെ ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുക്കന്മാരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ ഫ്യൂജി
ഫ്യൂജി ആയിരുന്നാലും അവിടെ എത്തിച്ചേരും. എന്നിട്ട് അവനാണെങ്കിൽ ഇവന്മാരെല്ലാം കമ്പെടുത്തെടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ ഹനയാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂവ് ആയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ നമ്മളുടെ ഫ്യൂജിനെ കണ്ടിട്ട് അവനെ വന്ന് കെട്ടിപ്പിടിക്കും. അവളാണെങ്കിൽ പറയും, എന്നാലും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇത്രയും ദൂരം വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ഫ്യൂജിക്കായിരുന്നാലും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവൻ അങ്ങനെ നല്ലതുപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരും. ഇത് കാണുന്നേ നമ്മളുടെ ഹനയും ഭയങ്കര ടെൻഷനിൽ നിൽക്കും. ഫ്യൂജി ചോദിക്കും, അല്ല നീ എൻ്റെ കാര്യത്തിൽ കുറച്ച് അധികം വലിയ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ നമ്മളുടെ ഹന പറയും, അത് നീ എൻ്റെ ബോസ് അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ ടെൻഷൻ അടിക്കുന്നതിൽ എന്താ തെറ്റ്? അവിടെയായിട്ട് ഫ്യൂജി പറയും, അങ്ങനെയല്ല, നീ റിസൈൻ ചെയ്ത് പോയ ഒരാളല്ലേ, അപ്പോൾ നിൻ്റെ ബോസൊന്നും അല്ല ഞാനിപ്പോൾ. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നീ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത് കുറച്ച് കൂടുതലല്ലേ? ഇവിടെയായിട്ട് നമ്മളുടെ ഹനയാണെങ്കിൽ പറയും, ഞാനിവിടെ വന്നത് തന്നെ കൊക്കോ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു സംഭവം തേടിയിട്ടാണ്. ഇത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ അങ്കിള് മുന്നത്തെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ജയിച്ചത് തന്നെ. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും പറയും, അല്ല ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ജപ്പാനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യണം. അത് കേൾക്കുന്നേ നമ്മളുടെ ഹന പറയും, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജിക്ക് ചെറിയ ഡൗട്ടൊക്കെ അടിച്ചിട്ടുണ്ട്, ഹനയ്ക്ക് അവനെ ഇഷ്ടമാണോ എന്ന്. അവനത് ഡയറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്യും. എന്നാൽ നമ്മളുടെ ഹന അത് സമ്മതിച്ചു കൊടുക്കാനൊന്നും റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരാണെങ്കിൽ ഇവർ രണ്ടുപേരും തേടി വന്ന ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, അത് വിൽക്കുന്ന ആ ഒരു ലേഡീനെ കണ്ടുപിടിക്കുന്നതാ. ആ ലേഡിത്ത് സംസാരിക്കുന്ന അവർ പറയും, ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരാൾക്ക് എൻ്റെ ഈ ഒരു കൊക്കോ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. സത്യത്തിൽ ഇവർ കൊടുത്ത കൊക്കോ യഥാർത്ഥത്തിൽ ചീത്തയായതായിരുന്നു. എന്നാൽ ഇത് ആർക്കും മനസ്സിലാവത്തില്ല. ആ ചീത്തയായ കൊക്കോ വെച്ചിട്ട് തന്നെയാണ് നമ്മളുടെ ഹനയുടെ അങ്കിളാണെങ്കിൽ അന്നത്തെ ആ ഒരു മാസ്റ്റർ ഷെഫിൻ്റെ കോമ്പറ്റീഷൻ ജയിക്കുന്നത് തന്നെ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹനയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും, എപ്പോഴും ജയിക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നൊന്നുമില്ല. ഇൻപെർഫെക്റ്റ് ആയിരുന്നാലും അത് നമുക്ക് വെച്ചിട്ട് മോഡിഫൈ ചെയ്തെടുക്കാവുന്നതാണ് എന്ന്. അങ്ങനെ നമ്മളുടെ ഹന തീരുമാനിക്കും, എന്തായിരുന്നാലും ഇത്തവണത്തെ കോമ്പറ്റീഷനിൽ അവൾ ലേസീവറിനെ റെപ്രസെൻറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജിക്ക് നല്ല സന്തോഷമാവും. അവൻ അവിടെ നമ്മളുടെ ഹനയുടെ കയ്യിലായിട്ട് പിടിച്ചിട്ട് അവളെടുത്ത് പറയും സരാങ്ങ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹന പറയും, ആ വാക്ക് കൊറിയൻ ആണെങ്കിലും അതങ്ങനെ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നല്ല, അതങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പറഞ്ഞുകൂടാ. എന്നാൽ നമ്മളുടെ ഫ്യൂജിയോടെ പറയുന്നത് തന്നെ, അതെന്താ എനിക്ക് യൂസ് ചെയ്താൽ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ പറ്റി കെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനത് ഉറപ്പായിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാനെ അവൻ്റെ അടുത്ത് പറയും, നിനക്ക് കൊറിയൻ ഒട്ടും അറിയത്തില്ല, എന്തിനാ വെറുതെ നീ ഇങ്ങനെ നാണം കിടുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്ത് സ്മൈൽ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഫ്യൂജിയുടെ അച്ഛന് പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് പോലെ വരുന്നതാണ്. അങ്ങനെ ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവും. അച്ഛനിപ്പോൾ കോമയിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്യൂജി ആയിരുന്നാലും വേഗം തന്നെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തായിട്ട് എത്തിച്ചേരും. ഇവിടെയായിട്ട് ഇവൻ ജനറൽ ബോർഡിൻ്റെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയായിട്ട് ഇവന് ശത്രുവായിട്ട് വരുന്നത് ഇവൻ്റെ കസിനായിട്ടുള്ള അവൻ്റെ സെക്രട്ടറിയില്ലേ, അവൻ തന്നെയായിരുന്നു. അവൻ വന്നിട്ട് നമ്മളുടെ ഫ്യൂജിനെ പറ്റി മോശം പറയും. അവനെ കാരണമാണ് അവൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ സ്ഥിതിയിലെത്തിയത്. അവൻ്റെ അച്ഛന് ഇവനെ ഒട്ടും ഇഷ്ടമല്ല, ഇവൻ ഒരിക്കലും ഈ കമ്പനിയുടെ CEO ആവണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇവിടെയായിട്ട് ഇവൻ പറയുന്നത് തന്നെ, എന്തൊക്കെയായിരുന്നാലും നമുക്ക് ഫെയർ ആയിട്ട് ഒരു കോമ്പറ്റീഷൻ തന്നെ വയ്ക്കാം. ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ടിങ് കിട്ടുന്നത് അവരായിരിക്കും ഇനി ഇതിൻ്റെ CEO ആവാൻ പോകുന്നേ എന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മുടെ ഫ്യൂജിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ അവസാനം ഇവൻ്റെ സെക്രട്ടറിക്ക് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂജി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമെങ്കിലും അവൻ അതും ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്യൂജിയുടെ അച്ഛന് അവൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. അയാൾക്ക് ഏറ്റവും ആഗ്രഹം നമ്മുടെ ഫ്യൂജി തന്നെ ഇതിൻ്റെ CEO ആവണമെന്നാണ്. ഫ്യൂജിയുടെ അച്ഛന് ഓൾറെഡി അറിയാം ഇവൻ്റെ ഈ ഒരു കസിനാണെങ്കിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അയാൾ ഇതിന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഫ്യൂജി തന്നെയായിരിക്കും CEO ആവാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്ന്. ഇവിടെ അയാൾ പറയുന്നത് തന്നെ CEO ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അതെന്തായിരുന്നാലും എൻ്റെ മകനുണ്ട്, ഞാൻ അവനെ തന്നെയായിരിക്കും CEO ആക്കാന്നൊക്കെ ഇവൻ്റെ അച്ഛൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിലാണ് നമ്മുടെ ഫ്യൂജിയുടെ കസിന് ഫ്യൂജിയുടെ വലിയൊരു ശത്രുത തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ ഈ ഒരു CEO പോസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കാനുള്ള റീസൺ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂജിയുടെ അടുത്ത് ഹന വന്ന് സംസാരിക്കുന്നതാണ്. അവൾ പറയും, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും, നിങ്ങളൊന്നേന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന്. അങ്ങനെ നമ്മുടെ ഫ്യൂജി ആണെങ്കിൽ അവൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ എല്ലാം ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവനിപ്പോൾ ആ ഒരു ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര % ആയിരിക്കും അവന് വോട്ട് കിട്ടുക എന്നൊക്കെ അവൻ നല്ലതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. എത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഫ്യൂജിക്കാണെങ്കിൽ അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സെക്രട്ടറിനെ കാട്ടിയും അവൻ ഇപ്പോഴും വോട്ടിങ്ങിൻ്റെ ആ ഒരു % കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹനേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലേസ്യവയിലോട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ എന്നാലും നല്ലൊരു ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും അവളൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അവിടോട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. പെട്ടെന്ന് അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ അവിടെയുള്ള സ്റ്റാഫുകളില്ലേ, അവരെല്ലാവരും നമ്മുടെ ഹനേനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അവൾക്കാണെങ്കിൽ ഇവരുടെ ആരുടെയും കണ്ണിലല്ലേ നോക്കാൻ പറ്റാത്തത്. അവൾക്ക് ആ ഒരു ഓക്വേർഡ് ഫീൽ ചെയ്യരുത് എന്ന് വെച്ചിട്ടാണ് ഇവരെല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹനയും നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഫ്യൂജി വന്ന് ഹനയെടുത്ത് സംസാരിക്കുന്നതാ. അവൻ പറയും, നീ എന്നോട് ക്ഷമിക്കണം, നിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നതിൻ്റെ അന്ന് എനിക്ക് നിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. കാര്യം അന്നത്തെ ദിവസം തന്നെയാണ് ബോർഡ് മീറ്റിംഗ് ഉള്ളത്. ഇലക്ഷൻ്റെ ആ ഒരു ടൈമും അതേ സമയത്ത് തന്നെ എനിക്ക് വരാൻ പറ്റുമെന്ന് ഒട്ടും തോന്നുന്നില്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹനയ്ക്ക് നല്ല സങ്കടമാവും. പിന്നീട് കാണിക്കുന്ന ഈ ഒരു കോമ്പറ്റീഷൻ്റെ ടൈം എത്തുന്നതാണ്. നമ്മളുടെ ഹനയായിരുന്നാലും അവിടെയായിട്ട് ലൈറ്റിങ്ങിൻ്റെയൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും ആ സ്റ്റേജിലായിട്ട് എങ്ങനെയെങ്കിലും എത്തിപ്പെടും. അവളുടെ സീറ്റിലായിട്ട് എത്തുന്നത് നമ്മളുടെ ഹനയ്ക്കാണെങ്കിൽ കുറച്ചെങ്കിലും ജീവൻ വീഴും. എന്നാലും അവൾ നല്ല നെർവസ് ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കുറച്ച് ആൾക്കാരുടെ ബഹളമൊക്കെ കേൾക്കും. നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ ലേസിയവിൻ്റെ കൊളീഗ്സ് തന്നെയാണ്. അവരെല്ലാവരും നമ്മുടെ ഹനയുടെ പേര് വിളിച്ചിട്ട് ചിയറപ്പ് ചെയ്യുമായിരുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്യൂജിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഫ്യൂജിയുടെ മുഖമുള്ള ഒരു ബാനറും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കാണുന്നത് നമ്മുടെ ഹനയ്ക്ക് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ഈ കൊളീഗ്സിനെല്ലാം നല്ലതുപോലെ അറിയാം ഹനയും ഫ്യൂജിയും തമ്മിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന്. കാര്യം ഹനയായിരുന്നാലും എപ്പോഴും അവൻ്റെ കണ്ണിൽ മാത്രമേ നോക്കത്തുള്ളൂ. ഇവരാരും പൊട്ടന്മാരല്ലല്ലോ, ഇവരെല്ലാം അത് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഫ്യൂജിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ആ ബോർഡ് മീറ്റിങ്ങിലായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് നല്ലൊരു സ്പീച്ച് തന്നെ കൊടുക്കുമായിരുന്നു. അവൻ പറയും, ഞാനാണെങ്കിൽ ബിസിനസ് മാനിനുപരി നല്ലതുപോലെ കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നല്ല ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലിടം പിടിക്കാൻ പറ്റും. എല്ലാവരുടെയും മെമ്മറീസിലും നമ്മൾ കയറിക്കൊടും. അങ്ങനെ നമ്മളുടെ ഫ്യൂജി അവൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം പറയും. ഇത് കേൾക്കുന്നേ അവിടെ നിൽക്കുന്ന ബോർഡ് മെമ്പേഴ്സ് ആയിരുന്നാലും എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ടും ഫ്യൂജി തന്നെയാണ് ഈ കമ്പനിയുടെ CEO ആവാൻ വേണ്ടിയിട്ട് യോഗ്യനായിട്ടുള്ള ആൾ എന്ന്. ഇവിടെയായിട്ട് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവം നടക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി, അവരുടെ കയ്യിൽ ഒരുപാട് ഷെയർ ഉണ്ടായിരുന്നു. ആ ലേഡി വോട്ട് ചെയ്യുന്നത് നമ്മളുടെ ഫ്യൂജിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. സത്യത്തിൽ ആ ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാസ്റ്ററില്ലേ, അയാളുടെ വൈഫായിരുന്നു. ഇവർക്കാണെങ്കിൽ നമ്മളുടെ ഫ്യൂജിയുടെ സ്പീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഇവരുടെ ഹസ്ബൻഡ് എന്താണോ ആഗ്രഹിച്ചത് അതേ ഡ്രീം തന്നെയാണ് ഇപ്പം നമ്മളുടെ ഫ്യൂജി ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയും, ഞാൻ എന്തായിരുന്നാലും എൻ്റെ വോട്ട് ഫ്യൂജിക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ ഫ്യൂജിക്ക് ഇപ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് വോട്ടിങ് തന്നെ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹനേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് ആ ജഡ്ജസ്മാർ പറയും, നിങ്ങൾ മുമ്പിലായിട്ട് വന്നിട്ട് 2 വാക്ക് സംസാരിക്കുക എന്ന്. നമ്മുടെ ഹനയ്ക്കാണെങ്കിൽ വായിന്നൊരക്ഷരം പോലും വരത്തില്ല. അവൾ ഭയങ്കര നെർവസ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കും. നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മളുടെ ഫ്യൂജി തന്നെ വന്നിരിക്കുന്നത്. അവൻ ആ വോട്ടിംഗ് എല്ലാം കളഞ്ഞിട്ട് നമ്മളുടെ ഹനയുടെ ആ ഒരു കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയിട്ട് ഓടിക്കതച്ച് വന്നിരിക്കുക. അവനവിടെ കൈ കാണിച്ചിട്ട് പറയും, നീ ഒന്നും ആലോചിക്കണ്ട, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിട്ട് നിന്റെ മനസ്സിലുള്ളത് പറ എന്ന്. ഇവിടെ നമ്മളുടെ ഹനയായിരുന്നാലും നല്ല കൂളായിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ അവളുടെ മൈൻഡിൽ വന്ന കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്ന എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ അവസാനം നമ്മളുടെ ഹനയാണെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ ജയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ഹനയായിരുന്നാലും ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആ ഒരു കോമ്പറ്റീഷനൊക്കെ ജയിച്ചിട്ട് നമ്മളുടെ ഫ്യൂജിനെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്യൂജിനെ കാണുന്നേ അവൾ ഓടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, ഐ ലവ് യു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്യൂജി പറയും, ഞാൻ നിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം സരാങ്ങയെന്ന് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചിട്ടാ, അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് തന്നെ ഞാൻ നിൻ്റെ അടുത്ത് അത് പറഞ്ഞത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹനയ്ക്കാണെങ്കിൽ ഇവനെ പണ്ട് തൊട്ടേ ഇഷ്ടം തന്നെയാണ്. ഇവളാണെങ്കിൽ അത് നേരത്തെ റിയലൈസ് ചെയ്തതുമാണ്. അവൾക്ക് ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ നമ്മളുടെ ഫ്യൂജിനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്ന സിറ്റുവേഷൻസ്. അവനായിരുന്നാലും ആദ്യമായിട്ട് ഇവളുടെ കവിളിൽ തൊടാൻ വന്നപ്പോൾ ഇവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് പോലെ കാണിക്കത്തില്ലേ, യഥാർത്ഥത്തിൽ അവൾക്ക് ബോധം ഉണ്ടായിരുന്നു. അവൾ അവിടെ ഉറക്കം നടിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്കിപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കും. അതേപോലെ തന്നെ അവളാണെങ്കിൽ ഇതിനെപ്പറ്റി നമ്മളുടെ ഡോക്ടർ ഐറീൻ്റെ അടുത്ത് ചോദിക്കും, എന്തുകൊണ്ടായിരിക്കും ഫ്യൂജി എനിക്ക് അവനെ മാത്രം എന്താ അവൻ്റെ കണ്ണിൽ നോക്കാൻ പറ്റുന്നത്? ഇത് കേൾക്കുന്നേ നമ്മളുടെ ഐറീൻ ചോദിക്കും, നിനക്ക് അവനെ കാണുമ്പോൾ എന്താ ഫീൽ ആവുന്നത്? അവൾ പറയും, അവനെ കാണുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് തോന്നും. അവന് സന്തോഷം വരുമ്പോൾ എനിക്ക് സന്തോഷം വരും, അവന് സങ്കടം വരുമ്പോൾ എനിക്കും സങ്കടം വരും. അതെന്താ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡോക്ടർ ഐറീൻ പറയും, കൺഗ്രാജുലേഷൻസ്, നിനക്ക് അവനടുത്ത് പ്രണയം തോന്നിയിരിക്കുന്നു എന്ന്. ഇവിടെയായിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കും നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഇപ്പോൾ ആ വോട്ടിങ്ങിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ തന്നെയാണ് ഇനി അടുത്ത CEO ആവാൻ പോകുന്നത്. അങ്ങനെ എല്ലാം ഇപ്പോൾ നല്ലതുപോലെ തന്നെ വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്യൂജി ആയിരുന്നാലും അവസാനം അവൻ്റെ കസിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഹാളിലായിട്ട് വരും. അവിടെയായിട്ട് നമ്മുടെ ഫ്യൂജി
പറയും, നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനോട് ചേർന്നിട്ടല്ലേ ഈ ഒരു കമ്പനിയെ തന്നെ ക്രിയേറ്റ് ചെയ്തത്. എന്തായിരുന്നാലും ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ രണ്ടുപേരും ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നിൽക്കണം എന്ന്. ഇവിടെയായിട്ട് അവൻ്റെ കസിൻ പറയും, എന്നും വെച്ച് ഞാൻ ഒരിക്കലും നിൻ്റെ ഷാഡോ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഫ്യൂജി പറയും, ഞാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഷാഡോയും ഉണ്ട്, ഷാഡോയും ഞാനും ഒരിക്കലും വേർപെട്ട് പോകത്തില്ല. എന്തായിരുന്നാലും അതെപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും നിൽക്കുന്നേ എന്ന് പറയും. ഇത് കേൾക്കുന്നേ അവൻ്റെ കസിന് അത് ഒത്തിരി ഇഷ്ടമാവും. അവിടെ അവർ രണ്ടുപേരും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഫ്യൂജി അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അച്ഛനവിടെ പറയും, മോനെ ഞാൻ നിൻ്റെ കാര്യത്തിൽ എപ്പോഴും പ്രൗഡായിരുന്നു, എന്നാൽ നിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഒരു സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ വന്നിട്ടില്ല. ഞാൻ നിന്നെ തൊട്ടിട്ട് എത്ര കാലമായി, എൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് നിനക്ക് എന്നെ ഒന്ന് തൊട്ടൂടെ. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഫ്യൂജിയുടെ ഈ ആൾക്കാരെ തൊട്ട അലർജി എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അത് വന്നതേ അവൻ്റെ ചൈൽഡ്ഹുഡിലുള്ള ഒരു ട്രോമയെന്ന് തന്നെയാണ്. അവൻ്റെ ചേട്ടനായിട്ടുള്ളവനാണെങ്കിൽ വലിയൊരു അസുഖം വന്നിട്ടാണ് അവൻ മരിച്ചുപോയത്. മരിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മളുടെ ഫ്യൂജിയുടെ കയ്യിലായിരുന്നു അവൻ പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂജിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അവനൊട്ടും വൃത്തിയുള്ളവനല്ല, അവൻ ഭയങ്കര അൺഹൈജീനാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അവന് ചുറ്റിനുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ആ ഒരു മൈൻഡിലുള്ള ഒരു ട്രോമ തന്നെയാണ് അവനെ ഇത്രയും നാളും ആൾക്കാരെ തൊടുന്നതെന്ന് ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ഫ്യൂജി ഇത്തവണ അവൻ്റെ മാക്സിമം ട്രൈ ചെയ്യും അവൻ്റെ അച്ഛനെ തൊടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് നമ്മുടെ ഫ്യൂജി അവൻ്റെ അച്ഛൻ്റെ കയ്യിലായിട്ട് പിടിക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹനയുടെയും ഫ്യൂജിയുടെയും കല്യാണത്തിൻ്റെ ദിവസമാണ്. അങ്ങനെ അവസാനം ആ ഒരു ദിവസവും വന്നെത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ഹിരോഷിയും വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഡോക്ടർ ഐറീൻ വന്നിരിക്കും. എന്നിട്ട് അവൾ വന്നിട്ട് പറയും, നീ പറഞ്ഞതെല്ലാം ഞാൻ നല്ലതുപോലെ ആലോചിച്ചു, എന്തായിരുന്നാലും ഞാൻ എനിക്കൊരു അവസരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രണയം എന്താണെന്ന് അറിയാനും അതേപോലെ തന്നെ ഒന്ന് പ്രണയിക്കാൻ വേണ്ടിയിട്ടും ഞാനിപ്പോൾ മെൻ്റലി ഓക്കെ ആണെന്ന് അവൾ പറയും. ഹിരോഷി ആണെങ്കിൽ ഐറീൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റും ഇപ്പോൾ അവൾ അക്സെപ്റ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് അത് കാണിക്കും. ഇത് കാണുന്ന ഹിരോഷിക്ക് നല്ല സന്തോഷമാവും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കോർത്ത് പിടിക്കും. രണ്ടുപേരും ഇപ്പോൾ പ്രണയിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഫ്യൂജി ആണെങ്കിൽ ഗ്രൂമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നതാ. ഹനയാണെങ്കിൽ ഇപ്പോൾ ബ്രൈഡായിട്ട് നടന്നു വരുന്നേ. അവൾ ഭയങ്കര നെർവസ് ആയിരുന്നു. അവൾക്കാണെങ്കിൽ ഒന്നാമതേ സോഷ്യോഫോബിയാണ്. ഇത്രയും ആൾക്കാരെ കാണുന്നേ നമ്മളുടെ ഹന ഭയങ്കര നെർവസ് ആവാൻ തുടങ്ങും. വേഗം തന്നെ നമ്മളുടെ ഫ്യൂജി അവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ ഓക്കെ അല്ലേ, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ? അപ്പോൾ നമ്മുടെ ഹന പറയും, എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്യൂജി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കയ്യിൽ പിടിച്ചിട്ട് അകത്തോട്ട് നടക്കുന്നതിന് പകരം ഇവളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് അങ്ങ് ഓടിപ്പോവും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ എല്ലാവരും ഷോക്കായിട്ട് നോക്കി നിൽക്കും. എല്ലാവരും ഇവരുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് നല്ലതുപോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ രണ്ടുപേരും പുറത്ത് ഒരു കാടൊക്കെ ഉള്ളൊരു സ്ഥലത്തായിട്ട് വരും. ഇവിടെയായിട്ട് നമ്മുടെ ഹന ചോദിക്കും, നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്യൂജി പറയും, നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരാണോ, അപ്പോൾ നമ്മുടെ കല്യാണം നോർമലാവുമെന്ന് ആരാ പറഞ്ഞത്, അതും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നത് പോലെ കാണിക്കും. രണ്ടുപേരും ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഐറീൻ്റെ ഒരു സെക്ഷൻ്റെ ക്ലാസ് നടക്കുന്നതാണ്. അവിടെയായിട്ട് പുതിയൊരു ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മളുടെ വിൻസെൻസോ കസാനോ തന്നെയാണ്. അവനിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിസിറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു സൂപ്പർ ഹിറ്റ് ഡ്രാമ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സീരീസ് നമുക്ക് തരുന്ന ഒരു മോറലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള നെഗറ്റീവും കാണും, പോസിറ്റീവും കാണും. നമ്മളെപ്പോഴും നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാലത്തും ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. സോ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന പാർട്ട്ണറിൻ്റെ മുമ്പിലായിരുന്നാലും നമുക്ക് നമ്മുടെ രണ്ട് സൈഡും കാണിക്കാൻ പറ്റണം. അവരത് അക്സെപ്റ്റ് ചെയ്യാനും റെഡി ആവണം. അത് തന്നെയല്ലേ ഈ സീരീസിൽ പറയുന്നത്. അപ്പോൾ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരാണ് ഫേവറേറ്റ് ക്യാരക്ടർ എന്നും പറയണം. അപ്പോൾ അടുത്തൊരു കിടില സീരീസായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.